രാജ്യത്തെ തകർക്കാൻ വിദേശത്ത് നിന്ന് ഒഴുകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിങ്ങിന് പിന്നിലെ കോൺഗ്രസിന്റെ കള്ളക്കളി ഒടുവിൽ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഭാരതത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താൻ ശ്രമിക്കുന്നവർക്കും മോദിയെയും അദാനിയെയും നിരന്തരം വേട്ടയാടുന്ന മാധ്യമ പ്രവർത്തകർക്കും വിദേശ ഫണ്ട് എത്തിച്ചു നൽകുന്ന ശൃംഖലയുടെ തലപ്പത്ത് സാക്ഷാൽ കോൺഗ്രസ് ദേശീയ വക്താവിന്റെ ഭാര്യയാണെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് കോൺഗ്രസ് നടത്തുന്ന ഈ വൻ ഗൂഢാലോചനയുടെ വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് ദേശീയ വക്താവ് പവൻ ഖേരയുടെ ഭാര്യയും തെലങ്കാന കോൺഗ്രസ് മുൻ വൈസ് പ്രസിഡന്റുമായ കോട്ട നീലിമയാണ് ഇപ്പോൾ രാജ്യദ്രോഹ ആരോപണങ്ങളുടെ നിഴലിലായിരിക്കുന്നത്. ഭാരതവിരുദ്ധ കാഴ്ചപ്പാടുള്ള മാധ്യമ പ്രവർത്തകർക്ക് അമേരിക്കൻ ഫണ്ട് നൽകുന്നത് തീരുമാനിക്കുന്ന ഡൽഹിയിലെ പ്രോട്ടോ എന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് കോട്ട നീലിമ. ഇന്റർനാഷണൽ സെന്റർ ഫോർ ജേർണലിസ്റ്റ് അഥവാ ICFJ എന്ന അമേരിക്കൻ സംഘടനയുടെ ദക്ഷിണേഷ്യൻ പങ്കാളിയാണ് പ്രോട്ടോ. ഇന്ത്യയെ എക്കാലത്തും തകർക്കാൻ ശ്രമിക്കുന്ന കടുത്ത ഭാരത വിരുദ്ധനായ ജോർജ് സോറോസിന്റെ ഫൗണ്ടേഷനിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപയാണ് ഈ ICFJ വഴി ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. പാശ്ചാത്യ അജണ്ടകളെ എതിർക്കുന്ന സർക്കാരുകളെ അട്ടിമറിക്കാൻ ലക്ഷ്യമിടുന്ന വിദേശ സംഘടനകളുമായും ഇതിനടുത്ത ബന്ധമുണ്ട്. 2017 മുതൽ ഇത്തരം വിദേശ ഏജൻസികളിലൂടെ രാജ്യത്തെ മാധ്യമങ്ങളെ വിലക്കെടുക്കുകയാണ് കോട്ട നീലിമ എന്നാണ് പ്രധാന ആരോപണം. BJPയെയും ഹിന്ദുത്വത്തെയും നിരന്തരം എതിർക്കുന്ന മുൻ AAP നേതാവ് അശുതോഷ്, അദാനി ഗ്രൂപ്പിനെതിരെ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന പരഞ്ജോയ് ഗുഹ താർക്കുത്തെ തുടങ്ങിയ മാധ്യമ പ്രവർത്തകർക്ക് വിദേശ ഫണ്ട് നൽകാനുള്ള പ്രധാന മറയാണ് ഈ വേദികൾ. ഭാരതത്തിൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്നുണ്ടെന്നും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ ഏകപക്ഷീയമാണെന്നും വരുത്തി തീർത്തത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്ന നിരവധി ലേഖനങ്ങളാണ് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ വഴി ICFJ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയെ തകർക്കാൻ വിദേശ ശക്തികൾ കോൺഗ്രസിനെ കൂട്ടുപിടിക്കുന്നു എന്ന BJPയുടെ എക്കാലത്തെയും ആരോപണങ്ങൾ 100% ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ വിവരങ്ങൾ. കോട്ട നീലിമ ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും രാജ്യവിരുദ്ധ മാധ്യമ പ്രവർത്തകർക്ക് അമേരിക്കൻ ഫണ്ട് എത്തിക്കുന്നതിൽ കോൺഗ്രസിനുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമാക്കാൻ പാർട്ടി നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. സ്വന്തം രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ താഴെയിറക്കാൻ ജോർജ് സോറോസിനെ പോലെയുള്ള രാജ്യദ്രോഹികളുടെ പണം വാങ്ങാൻ പോലും കോൺഗ്രസ് തയ്യാറാകുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കേരളം.